hello, welcome back to our English class. So, മക്കളെ ആക്ച്വലി നമ്മൾ ലാസ്റ്റ് ലൈവിൽ നമ്മൾ പഠിച്ചത് A Bottle of Dew എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാലും ഭയങ്കര തീംഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലേ. അപ്പോൾ A Bottle of Dew എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ഹാർഡ് നമ്മൾ പഠിച്ചു. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു പ്രാധാന്യമില്ല, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫ്രം ദ ചാപ്റ്റർ. ഇന്ന് നമ്മൾ ആ പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So here we have the first question is, why did Sudha Murthy call Rama's belief in magic potion funny? എന്തുകൊണ്ടാണ് സുധാമൂർത്തി രാമയുടെ മാജിക് പോഷനിലെ വിശ്വാസം എന്താണ്, ഇങ്ങനെ ഒരു മന്ത്ര, ഒരു ദിവ്യമായിട്ടുള്ള ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ലിക്വിഡ്, ഒരു ദ്രവ്യം വരും എന്നുള്ളത് നമ്മുടെ രാമൻ എന്ത് ചെയ്തു, വിശ്വസിച്ചു. അത് എന്തുകൊണ്ടാണ് സുധാമൂർത്തി എഴുത്തുകാരി എന്താണ് അതിനെ തമാശിച്ചത് ലൈക്ക് എന്താണ് അതിനൊരു ഫണ്ണായിട്ട് കണ്ടത്, അതിനൊരു തമാശയായിട്ട് കണ്ടത്, നിസാരമായിട്ട് കണ്ടത്. നോക്ക്, സുധാമൂർത്തി ലൈക്ക് മധുമതി ഡസൻ ബിലീവ് ഇൻ ഷോർട്ട് കട്ട്സ് ടു സക്സസ് ലൈക്ക് എ മാജിക് പോഷൻ. സുധാമൂർത്തി നമ്മുടെ മധുമതി, അതായത് നമ്മുടെ രാമന്റെ ഭാര്യയെ പോലെ പെട്ടെന്ന് തോന്നി എളുപ്പ വഴി കൂടെ പോയിട്ട് എന്താണ് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയിൽ വിശ്വസിക്കുന്നില്ല. ഷി ബിലീവ്സ് ദാറ്റ് ദ ഓൺലി കീ ടു സക്സസ് ഈസ് ഹാർഡ് വർക്ക് ആൻഡ് വിൽ പവർ. അപ്പോൾ അവരൊരു വിശ്വാസപ്രകാരം നമ്മൾ സക്സസ് ആവണോ, നമുക്ക് വെൽത്ത് ഉണ്ടാവണോ, നമ്മൾ റിച്ച് ആവണോ, നമ്മൾ അടിപൊളിയാവണോ, വി ഹാവ് ടു വർക്ക് ഹാർഡ്. നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് സുധാമൂർത്തി. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നൊരു മാന്ത്രിക ദ്രവ്യത്തിനായിട്ട് കാത്തിരുന്ന നമ്മുടെ രാമന്റെ അവർക്ക് തമാശയായിട്ട് തോന്നിയത്. Now the second question is, why Madhumati didn't confront Rama's belief? എന്തുകൊണ്ടാണ് മധുമതി രാമന്റെ ഈ ഒരു വിശ്വാസത്തെ കോൺഫ്രണ്ട് ചെയ്യാത്തത്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ബട്ട് ലെറ്റ് us see എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ how can we write the answer? Let's see. Madhumati didn't confront Rama and his belief in a magic potion because എന്തുകൊണ്ട് അവർ അത് ആക്സെപ്റ്റ് ചെയ്യാഞ്ഞത്? Because she knew he strongly believed in its existence and wouldn't listen to her advice. അപ്പോൾ അവൾക്കറിയാം എന്തായാലും രാമൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഈ ഒരു വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പോകുന്നില്ല. എന്തായാലും രാമൻ ഈ ഒരു വിശ്വാസം വിടാൻ പോകുന്നില്ല. രാമൻ എന്തായാലും അവൾ പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ അവൾക്ക് ഉറപ്പാണ് സംതിങ് ഷി ഹാസ് ടു ഡു, എന്തെങ്കിലും ഒരു മറുമരുന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് രാമൻ സ്റ്റാർട്ട് ടു വർക്ക് ഓൺ ഹിസ് ഇൻഹെറിറ്റഡ് ലാൻഡ്? എന്തുകൊണ്ടാണ് രാമൻ അവന് കിട്ടിയാലേ പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമിയിൽ അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാം, Rama began working on his inherited land in the desire to get a magic potion. എവിടെയോ ഏതോ ഒരു ഭാഗത്ത് ഒരു മാജിക് പോഷൻ ഉണ്ട്. ആ പോഷൻ എല്ലാ സ്ഥലത്തേക്കും ആ വെള്ളം തെളിച്ചാൽ എന്താകും, സ്വർണ്ണമായിട്ട് മാറും എന്നുള്ള വിശ്വാസം രാമനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാമൻ ഇൻഹെറിറ്റേറ്റഡ് കിട്ടിയ പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമിയിൽ അത് തപ്പാൻ വേണ്ടി ആളെ വിടുന്നതും പൈസ ചെലവാക്കുന്നതും. The sage Mahipati told him to plant the banana plants and collect the morning dew from its leaves. അങ്ങനെയാണ് നമ്മുടെ ആരെ കാണുന്നത്, സ്വാമിയെ കാണുന്നത്. സ്വാമി അവൻ എന്ത് ചെയ്തു, ഈ വെറുതെ അനാവശ്യമായിട്ട് പൈസ വേസ്റ്റ് ആക്കുന്നതിന് പകരം അവരോട് പറഞ്ഞു, നീ എന്ത് ചെയ്യുക, കൃഷി ചെയ്യുക, എന്നിട്ട് നീ ബനാന കൃഷി ചെയ്യുക, എന്നിട്ട് രാവിലെ എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഡ്യൂ ഡ്രോപ്സ് എന്ത് ചെയ്യുക, നീ ഒരു ബോട്ടിലേക്ക് കളക്ട് ചെയ്യൂ. ആഫ്റ്റർ കളക്ടിങ് 5 liters, നീ എത്രത്തോളം കളക്ട് ചെയ്യണം, 5 ലിറ്റർ നീ എന്നാണോ കളക്ട് ചെയ്ത് തീരുന്നത് അന്ന് നീ എൻ്റെ അടുത്തേക്ക് വാ. I will make that into magic potion. അതെന്താക്കി തരാം, ഞാൻ മാജിക് പോഷൻ ആക്കി തരാം. സോ യു പ്ലീസ് ഡു ദിസ്. നീ എന്താ കൃഷി ചെയ്യുക, എന്നിട്ട് നീ എന്ത് ചെയ്യുക, ഡ്യൂ ഡ്രോപ്സ് കളക്ട് ചെയ്യുക. ആൻഡ് when it reaches into 5 liters, you take that bottle to me. I can make into magic potion. Now യെസ്, സോ അതായത് നമ്മുടെ സ്വാമിജി പറഞ്ഞത്. Now the fourth question is, why didn't Mahipati tell Rama the truth about the magic potion? എന്തുകൊണ്ടാണ് അദ്ദേഹം പറയാഞ്ഞത്? Mahipati saw Rama's strong belief in magic potion. He knew Rama wouldn't believe his advice. നമ്മുടെ സ്വാമിജിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെ ഉപദേശിച്ചാൽ ഇവൻ എന്ത് ചെയ്യൂല, ഇത് വിശ്വസിക്കില്ല എന്നുള്ളത്. സോ ഹി ട്രിക്ഡ് ഹിം അബൌട്ട് ദ മാജിക് പോഷൻ ടു മേക്ക് ഹിം വർക്ക് ഓൺ ഹിസ് ഇൻഹെറിറ്റഡ് ലാൻഡ്. അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാമി എന്താ ചെയ്തത്? സ്വാമി അവനെ കൊണ്ട് ഒരു ഐഡിയ, ഒരു തന്ത്രം പ്രയോഗിക്കേണ്ടി വന്നു സ്വാമിക്ക്. അപ്പോൾ ആക്ച്വലി സ്വാമിക്ക്
അവനെ കൊണ്ട് ശരിക്കും എന്ത് ചെയ്യുന്നു, ഈ ഭൂമിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. ത്രൂ ദ ഹാർഡ് വർക്ക് ഓൺലി വി ക്യാൻ ഏൺ സംതിങ് എന്നുള്ള പാഠം പഠിപ്പിക്കേണ്ടി വന്നു. വൈ വാസ് രാമ വിത്ത് ദ സേജ് മഹിപതി? എന്തുകൊണ്ടാണ് രാമന് നമ്മുടെ മഹിപതിയോട് അവസാന ദേഷ്യം വന്നത്? ആഫ്റ്റർ സ്പ്രിങ്ക്ലിംഗ് ദ മോർണിംഗ് ഡ്യൂ ദ കോപ്പർ ബോട്ടിൽ ഡിഡ്ന്റ് ടേൺ ഗോൾഡ്. 5 ലിറ്റർ ആയതിനു ശേഷം, വർഷങ്ങൾക്ക് ശേഷം 5 ലിറ്റർ ആയതിനു ശേഷം നമ്മുടെ മഹിപതി എന്ത് ചെയ്തു? ഇതേപോലെ ഒരു ബോട്ടിലുമായിട്ട് ആരുടെ അടുത്തേക്ക് പോയി? നമ്മുടെ സേജിൻ്റെ അടുത്തേക്ക് പോയി. സേജ് ഇങ്ങനെ എന്തൊക്കെയോ മന്ത്രിച്ച് എന്താണ് അതൊക്കെ ഒരു ഊത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പറഞ്ഞു നിനക്ക് കൊടുത്ത്. അപ്പോൾ നമ്മുടെ രാമൻ എന്ത് ചെയ്തു? ഇതിങ്ങനെ എടുത്ത് അടിച്ചു അല്ലേ, എല്ലാത്തിൻ്റെ മേലേക്കും അടിച്ചപ്പോൾ രാമൻ വിചാരിച്ചു ആ കോപ്പർ ബോട്ടിൽസ് ഒക്കെ ഇപ്പോൾ സ്വർണ്ണമായിട്ട് മാറുമെന്നുള്ളത്. പക്ഷേ അവൻ്റെ അതിശയപ്രത്തിനല്ലേ എന്താണ് അവരോരോരോ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരിക്കലും എന്തായാലും അതൊരു കോപ്പർ ആവാനോ അതൊരു സ്വർണ്ണമാവാനോ ഒന്നും എന്താണ് അത് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ജോലി എടുക്കുന്നുണ്ടോ, നമ്മൾ ആക്റ്റീവ് ആണോ, നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിനവിടെ റിസൾട്ട് ഉണ്ടാകും. അതെല്ലാം നമ്മൾ ചുമ്മാ ഡ്രീം കണ്ടിരിക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവൻ വിചാരിച്ചു എന്താണ്? ദ സേജ് ഹി ചീറ്റഡ് അല്ലേ, വാസ് ഡിസപ്പോയിന്റഡ് ടു ഹാവ് വേസ്റ്റഡ് 5 years ഓഫ് ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൻ്റെ 5 വർഷമാണ് എന്ത് ചെയ്തത്? അവൻ ഇതിനു വേണ്ടി വേസ്റ്റ് ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ദേഷ്യം വന്നു. ആരോട്? നമ്മുടെ സ്വാമിയോട്. പക്ഷേ സ്വാമി എന്ത് ചെയ്തു? അവനെ തിരുത്തി കൊടുത്തു. ഹി മേഡ് ഹിം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്താണ്? വർക്ക് ഹാർഡ്, ഏൺ മണി. അത് മാത്രമേ എന്തുള്ളൂ? സത്യമുള്ളൂ. അതിനെ എന്തുള്ളൂ? എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ള പാഠം നമ്മുടെ സ്വാമി പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ ജോലി ചെയ്യാതെ നമുക്ക് എന്തല്ല ഒന്നും കിട്ടൂല. നത്തിങ് ഇസ് ഗ്രാൻറ്റഡ്. ഒന്നും എന്താണ് ഔദാര്യമായിട്ട് നമ്മുടെ ഈ ലോകത്ത് കിട്ടൂല എന്നുള്ളത് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? നമ്മുടെ സ്വാമിജി പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ അല്ലേ ഇത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്ത് ചെയ്യുക? അവൻ്റെ നമ്മുടെ സ്വാമിജി ആയാലും നമ്മുടെ രാമൻ്റെ ഭാര്യ ആയാലും ഒക്കെ എന്തുകൊണ്ടാണ് അവന് വിശ്വസിക്കാഞ്ഞത് എന്നുള്ളതിൻ്റെ ഉത്തരം ശരിക്കും നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ ഇതിലെ മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അത് നമ്മുടെ റൈറ്റിംഗ് പാർട്ട് ആയിക്കോട്ടെ, നമ്മുടെ ഡിസ്കോഴ്സസ് ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി കമ്മിങ് ഇൻ യുവർ നെക്സ്റ്റ് വീഡിയോ. സോ ടിൽ ദാറ്റ് യു ഓൾ ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.